ആണ്ട്രാ ഓരോന്നിനെ ഒരു സൈഡിൽ കൂടെ ഒതുക്കിക്കൊണ്ട് വരുമ്പോ ഒരു സ്റ്റീഫൻ ദേവസ്യ നനഞ്ഞു പോകുന്നു വീട്ടിനകത്തൂടെ വരണേ. സ്റ്റീഫൻ ദേവസ്യ അല്ല, പിന്നെ ഞാനേ സഹായിക്കാൻ വന്നത് അറിഞ്ഞില്ലയോ? ഇല്ല. കേരളം മൊത്തം ഫ്ലൂട്ട് മനസ്സിലായില്ല. ഇങ്ങനെ വെള്ളം പൊങ്ങി കിടക്കുമല്ലോ. എടാ അത് ഫ്ലഡ്. ബ്ലഡെങ്കിൽ ബ്ലഡ് വെട്ടട്ടെ. എന്താടാ കാണിക്കുന്നത്? എടാ എന്തോ കാണിക്കുന്നേ? വെട്ടണ്ടേ? നീ എന്തിനാ അവിടെ വന്നത്? നീ എന്തിനാ ഇവിടെ വന്നത്? അല്ല, മരം ഒടിഞ്ഞു വീണല്ലോ, അപ്പൊ സഹായിക്കണ്ടേ? അതിന് നമ്മൾ പുറത്തായിട്ടും പറഞ്ഞില്ലല്ലോ. ഞാൻ ഇതിന്റെ ബാക്കിൽ ആടിന് തോലിറക്കാൻ വേണ്ടി വന്നപ്പോ എന്റെ നോട്ടം മൊത്തം ഇങ്ങോട്ടായിരുന്നു. അതല്ലെങ്കിലും അങ്ങനെ ആയിരിക്കുമല്ലോ. അതല്ല, പിന്നെ ഇങ്ങോട്ട് നോക്കിയിരിക്കുവായിരുന്നു. അപ്പൊ ഈ മരം ഇതിന്റെ അകത്ത് വീണ്. അപ്പൊ നേരെ നിങ്ങളുടെ വീടിന്റെ ഓണർ ഇല്ലേ, പുള്ളിയെ വിളിച്ചിട്ട് പറഞ്ഞ്, അണ്ണാ ഞാൻ കയറി അത് വെട്ടിക്കോട്ടെ, തോലെടുത്തോട്ടെ, അപ്പൊ ഫ്രീ ആയിട്ട് വെട്ടിത്തരാന്ന്. പുള്ളി പറഞ്ഞ് വെട്ടിക്കോളാൻ പറഞ്ഞു. അവൻ എന്റെ അടുത്ത് അല്ലെങ്കിലും ശത്രുതയാ. കാരണമുണ്ട്, ഇവിടെ വന്ന് വാടക വാങ്ങാൻ പറ്റുന്നില്ല, ഞാൻ അങ്ങോട്ട് കൊണ്ട് കൊടുക്കും. വെട്ടാം. നിനക്ക് വെട്ടാൻ കോപ്പര. എനിക്ക് എല്ലാ പണിയും അറിയാം. എന്താ? ടൈൽസ് പണി, മേശിരി പണി, പെയിന്റിങ്, എല്ലാ പണിയും എനിക്കറിയാന്ന്. എല്ലാം അറിയോ? അപ്പൊ നാളെ രാവിലെ ഒരു കരൾ മാറ്റിക്കൽ ശസ്ത്രക്രിയ ഉണ്ട്, വരൂ. അതെനിക്ക് അറിഞ്ഞൂടാ. പിന്നെ എല്ലാം അറിയാന്ന് പറഞ്ഞാൽ തള്ളി വെക്കുന്നതിന്. അങ്ങനെയല്ല, മെയിൻ ആയിട്ടെന്ന് പറഞ്ഞാൽ എനിക്ക് മണലൂറ്റലാ. എടാ അത് പ്രകൃതിക്ക് ദോഷമാണ്. പ്രകൃതിയെ നശിപ്പിക്കരുത്. പ്രകൃതി നമ്മുടെ അമ്മയാണ്. അമ്മയാണല്ലേ? കുഴപ്പമില്ല, അമ്മ മണ്ണെടുത്ത് ഞാൻ ഒന്നും പറയില്ല, സ്വന്തം അമ്മയില്ലേ.